S26 അൾട്ര സാംസങ്ങിന് ഒരുപാട് ഫാൻസ് ഉണ്ട് ഈ ഒരു സീരീസിന്. S25 അൾട്രയൊക്കെ അടിപൊളിയായിട്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. 26 അൾട്ര വരുമ്പോൾ അതിൽ ഗംഭീര ഒരു ഡിസ്പ്ലേ അപ്ഗ്രേഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. ചില സ്പെഷ്യൽ ഫീച്ചറുകളടക്കം ഡിസ്പ്ലേ സെറ്റാക്കുകയാണ്. പെർഫോമൻസ് ആണെങ്കിൽ ടോപ്പ് ലെവലാണ്. അതിപ്പോൾ നിങ്ങൾ ഏത് പ്രതീക്ഷിച്ചാലും എക്സിനോസോ സ്നാപ്ഡ്രാഗണോ എന്തായാലും വേണ്ടില്ല, സംഭവം ടോപ്പ് ലെവൽ പെർഫോമൻസ് ആണ്. വയർലെസ് ചാർജിങ്, മാസീവ് ചാർജിങ് എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. എന്നാലും ടോട്ടാലിറ്റി നോക്കിയാൽ നിങ്ങളിത് വാങ്ങിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി കാത്തിരിക്കുമോ എന്നൊരു സംശയവും എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് എങ്ങനെയായാലും S26 അൾട്രയുടെ അറിയാൻ കഴിഞ്ഞ മുഴുവൻ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലീക്സ് ആൻഡ് റൂമേഴ്സ് റൗണ്ട് അപ്പ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ഫോൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് ഇപ്പോൾ ഇവിടെ ഷോർട്ടായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം, ഒന്ന് അറിഞ്ഞു വെച്ചോളൂ. ആദ്യം തന്നെ ഇതിൽ ഏറ്റവും അധികം നല്ലതായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ആദ്യം തന്നെ പറയാം, കാരണം M14 ലീഡ് ഡിസ്പ്ലേ, ലീഡോ ലെഡോ എങ്ങനെയോ ഒരു വായിക്കും, എന്തായാലും ആ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് വന്നിട്ട് ബ്രൈറ്ററായ, എഫിഷ്യൻ്റായ, ലോങ് ലൈഫുള്ള ഒരു ഡിസ്പ്ലേ ആണെന്നാണ് പറയുന്നത്. അതായത് നല്ല ബ്രൈറ്റ്നസും അതൊക്കെ കിട്ടും. അതിപ്പോൾ ഓരോ വർഷവും ഒരു ബ്രൈറ്റ്നസും ബെറ്റർ ആക്കി കൊണ്ടുവരുന്നുണ്ടല്ലോ. പക്ഷേ ലൈഫ് കൂടുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഗ്രീൻ ലൈൻ വന്ന് അടിച്ചു പോകുന്ന പ്രശ്നം നമ്മൾ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ട്. അതുണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. കാത്തിരുന്ന് കാണേണ്ട വിഷയമാണെങ്കിലും ലോങ് ലൈഫ് വാഗ്ദാനം ചെയ്യുന്നു ഈ ഡിസ്പ്ലേ. ഈ iQ15 ആ സെയിം ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയൊക്കെ പ്രതീക്ഷിക്കാം. അതുകൊണ്ടെന്നല്ല, നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഇവരൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ സാംസങ്ങും ഈ പറയുന്ന ഡിസ്പ്ലേ മാറ്റം വരുന്നത്. പക്ഷേ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട സവിശേഷത ആൻറ്റി പീപ്പിംഗ് എന്ന് പറയുന്ന ഒരു സവിശേഷതയാണ്. അതായത് അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാമെന്നുള്ളതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. സാധാരണ അതായത് നമ്മളിപ്പോൾ ഒരാൾ ഫോൺ ഉപയോഗിക്കണം, നമ്മൾ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഏകദേശം നമുക്ക് കാണാം എന്താണ് അയാൾ കാണുന്നതെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ എത്തിച്ച് നോക്കിയാൽ അയാൾക്ക് കാണാം നമ്മുടെ ഫോണിൽ എന്താ കാണുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു സ്ക്രീൻ കാർഡ് പോലത്തെ സാധനം ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ടൈപ്പ് ഒരു ഡിസ്പ്ലേ ഒരു സ്ക്രീൻ കാർഡ് ഒട്ടിച്ചാൽ അപ്പുറത്ത് നിന്ന് നോക്കുമ്പോൾ കറുത്ത സ്ക്രീൻ മാത്രമേ കാണും. അങ്ങനത്തെ ഒരു സംവിധാനം ഇപ്പോൾ തന്നെ മാർക്കറ്റിലുണ്ട്. പക്ഷേ അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒറിജിനൽ സാംസങ്ങിൻ്റെ ആ കിട്ടില്ല ഡിസ്പ്ലേയുടെ ക്വാളിറ്റി പിന്നെ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനുള്ള പരിഹാരം സാംസങ് ചെയ്യുകയാണ്. അവരൊരു സോഫ്റ്റ്വെയർ തലത്തിൽ ഈ ഒരു കാര്യം ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം, നമുക്ക് ഇഷ്ടമുള്ള ആപ്പ്, ബാങ്ക് ആപ്ലിക്കേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റൊരാൾ നോക്കരുതെന്നാണെങ്കിൽ അതിന് മാത്രം ഈ ഫീച്ചർ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ ആ ആപ്പ് നമ്മൾ നോക്കുന്ന നേരത്തും ബാക്കിയുള്ളവർ സൈഡിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത സ്ക്രീൻ മാത്രമേ കാണും, സൈഡിൽ നിന്ന് വ്യൂ ഉണ്ടാവില്ല. എന്നാൽ നോർമലായിട്ട് നമ്മൾ നോക്കുന്ന നേരത്തെ മറ്റുള്ളവർ കണ്ടാലും കുഴപ്പമില്ലാത്ത വിഷയമാണെങ്കിൽ നമുക്കത് ഓഫ് ചെയ്തിടാം. ഓരോ ആപ്പിനും സ്പെസിഫിക് ആയിട്ട് നമുക്കത് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും സാധിക്കും. അപ്പോൾ കസ്റ്റമൈസബിളായ രീതിയിൽ ഈ ഒരു ആൻറ്റി പീപ്പിംഗ് പ്രൈവസി ഫീച്ചർ ഇവർ കൊണ്ടുവരുമെന്നാണ് കേൾക്കുന്നത്. ലീക്സ് ആൻഡ് റൂമേഴ്സ് ആണ്, 100% വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും അത് വന്നാൽ വളരെ നന്നായി. രണ്ടാമത്തെ കാര്യം ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ്. ഓൾറെഡി ഇവരാണ് വേൾഡിലെ തന്നെ ടോപ്പ് ക്ലാസ് സാധനം. ഐഫോണിൽ വരെ ഈ ഫീച്ചർ വന്നു എന്ന് പറയാമെന്നല്ലാണ്ട് യാതൊരു ഗുണവുമില്ല, വലിയ ഗുണമൊന്നുമില്ല. സാംസങ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നിനും കൊള്ളില്ല എന്നുള്ള രീതിയിൽ പറയാം. ബട്ട് അതില്ലാത്ത ഫോൺ ഇവിടെ മറ്റ് ഫോണുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനേക്കാൾ നന്നായിട്ട് ഐഫോണിൽ ഈ ഡിസ്പ്ലേ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഈസ് എ മസ്റ്റ്. അതിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ ഞാനൊരു ഫോണും കൊണ്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സിനിമ കാണണം, ഞാൻ അതിനകത്ത് സിനിമയല്ല കോമഡി ഷോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കരമായിട്ട് റിഫ്ലക്ഷൻ, ലൈറ്റ് മാറി മാറി വരുന്നതിൻ്റെ എല്ലാ റിഫ്ലക്ഷൻ അവർ കാണുമ്പോൾ ഞാൻ ഫോൺ ഇങ്ങനെ ചരിച്ചൊക്കെ പിടിച്ചിട്ടാണ് എൻ്റെ മേത്തേക്ക് ഇങ്ങനെ ഒതുക്കിയൊക്കെ പിടിച്ചിട്ടാണ് കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാംസങ് അക്കാര്യത്തിൽ ടോപ്പാണ്. അടുത്ത ജനറേഷൻ, 3rd ജനറേഷൻ സെറ്റപ്പ് ആയിട്ടാണ് വരാൻ പോകുന്നത്. സോ ഡിസ്പ്ലേ ഓൾറെഡി ബെറ്റർ, അതിൽ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ്, ആൻറ്റി പീപ്പിംഗ് സംവിധാനം, ഇത് മൂന്നും കൂടി ചേർത്ത് ടോപ്പ് ലെവൽ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരിക. ഇതാണ് ഇതിൽ ഏറ്റവും നല്ല ഘടകമായിട്ട് എനിക്ക് തോന്നിയത്. ഇനിയുള്ള കാര്യങ്ങളിൽ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വലിയ ഘടകങ്ങൾ പറയാനില്ല. ഓൾറെഡി നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. 8 Lite Gen 5 ആയിരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അൾട്രയിൽ 2600 എന്ന് പറയുന്ന എക്സിനോസ് പ്രോസർ വന്നിട്ട് ഗംഭീര സംഭവമാണ്. 2 nm ചിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ അതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. ബേസ് മോഡൽ മിക്കവാറും എക്സിനോസ് ആവാനുള്ള സാധ്യതയാണ്. ഇതാണ് ഈ പെർഫോമൻസിൻ്റെ ഭാഗത്തുള്ള ഒരു അറിയിപ്പ്. സോ അതെന്തായാലും ഈ വർഷവും പെർഫോമൻസ് അപ്ഗ്രേഡർ തന്നെ, അതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും അത്ഭുതപ്പെടാനില്ല, നമുക്കറിയാതെ അങ്ങനെ വരും. ബാറ്ററി പക്ഷേ നിരാശപ്പെടുത്തുന്നതാണ്. 5000 mAh ബാറ്ററി ഉള്ളൂ. ബട്ട് ചാർജിങ് സെറ്റപ്പ് മാറ്റിയിട്ടുണ്ട്. 65 വാട്ട് ഫാസ്റ്റ് ചാർജർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം C2 വയർലെസ് ചാർജിങ്, മാക്സേഫ് സപ്പോർട്ട് അടക്കം ഒട്ടിച്ച് വെച്ച് ചാർജ് ചെയ്യാം, ഈ സംവിധാനം വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും അത് ചാർജിങ്ങിൻ്റെ ഭാഗത്ത് നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും സാംസങ്ങിനെ സംബന്ധിച്ച്, സാംസങ് ഫോൺ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച്. സോ ബാറ്ററി നമ്മളെ നിരാശപ്പെടുത്തുമ്പോൾ ചാർജിങ് സെറ്റപ്പ് നന്നാക്കിയിട്ടുണ്ട്. ഇതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ചില കാര്യങ്ങൾ അടിപൊളിയാകുമ്പോഴും അത്ര ഇമ്പ്രസീവ് ആകുമോ എന്ന് തോന്നിയത്. ചാർജിങ് നന്നാക്കി, ബാറ്ററി ഒന്നും ചെയ്തില്ല. പെർഫോമൻസ് ഓക്കെയാണ്. പക്ഷേ ബേസ് മോഡലുകളിലേക്ക് വരുമ്പോൾ എക്സിനോസ് തന്നെ വെക്കുന്നു വീണ്ടും. കാരണം അവരത് വെച്ചിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വീണ്ടും സ്നാപ്ഡ്രാഗൺ വെച്ച ആൾക്കാരാണ് ഇപ്പോൾ വീണ്ടും എക്സിനോസ് വെക്കാൻ പോവാണ്. അപ്പോൾ അതൊരു കൺഫ്യൂസിങ് ആണ്. ക്യാമറയിൽ ആപ്പച്ചർ കൂട്ടും, അതായത് കൂടുതൽ ലൈറ്റ് അബ്സോർവ് ചെയ്യുന്ന തരത്തിലേക്ക് മാറ്റുന്നതുകൊണ്ട് നമുക്ക് ലോ ലൈറ്റ് ഫോട്ടോസൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് റിസൾട്ട്. ബട്ട് ബാക്കി യാതൊരു മാറ്റവും ഇല്ല. 200 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 50 MP ടെലിഫോട്ടോ, 14 MP 3x, അങ്ങനെ 50 MP വൈഡ് ആംഗിൾ ക്യാമറ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ സെയിം സാധനമാണ്. യാതൊരു മാറ്റവും ഇല്ല. ഈ ആപ്പച്ചർ കൂട്ടാന്ന് മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ ക്യാമറയിൽ നിങ്ങൾക്ക് വലിയ മാജിക് ഒന്നും പ്രതീക്ഷിക്കാനില്ല, സെയിം സെറ്റപ്പാണ്. സെൽഫി ക്യാമറയിലും യാതൊരു മാറ്റവും ഇല്ല. പിന്നെ ഒരു സാധനം അവിടെ ആകെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കണ്ടത് APV കോഡൊക്കെ വരുന്നുള്ളതാണ്. അതായത് ലോഗ് വീഡിയോ
കളറൊന്നും ഇല്ലാണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പേരില്ലേ, കൂടുതൽ ഡീറ്റെയിൽസ് അടക്കം ഷൂട്ട് ചെയ്യുന്ന ആപ്പിളിൻ്റെ പ്രോഗ്രസ് ഒക്കെ പോലെ ഷൂട്ട് ചെയ്യുന്ന സോണിയുടെ ലോഗ്, ആ ഒരു സെയിം സാധനം കൊണ്ടുവരുന്നുണ്ട്. അത് APB കോഡൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് അത് ആ ലെവലിൽ വീഡിയോ ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതല്ലാതെ കണ്ട് ക്യാമറയിലും വലിയ മാറ്റം. ഇനി ഡിസൈനിലാണ് ലാസ്റ്റായിട്ട് മാറ്റമുണ്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ക്യാമറ മോഡിൽ വന്നിട്ട് Fold 7 പോലത്തെ ഒരു ഡിസൈനിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോർണർ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയിട്ടുണ്ട്, ഒന്ന് സ്ലിം ആക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് മാറ്റം. ഒറ്റ കാര്യം മാത്രം ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ, S Pen എടുത്ത് കളയുമെന്നുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. അതില്ല, S Pen അവിടെ തന്നെ ഉണ്ടാവും. ബ്ലൂടൂത്ത് ഫീച്ചർ ഉണ്ടാവില്ല, അവിടെ തന്നെ S Pen അടക്കം തന്നെയാണ് വരാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ S25 Ultra പോലെ തന്നെ ഇരിക്കും S26 Ultra, വേറെ മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ വില കൂടുമെന്നുള്ള ചോദ്യം കൂടി അത് പറയാം. അതിന് മുമ്പ് മൊത്തത്തിൽ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയും ചാർജിങ്ങുമാണ് എനിക്ക് മാറ്റമായിട്ട് ഗംഭീരമായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം പഴയപടി തന്നെ ഇരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഇത് നല്ലതാണെങ്കിലും നമ്മളിത് എടുക്കുമല്ലോ എന്നുള്ള കാര്യം നിങ്ങൾ വേണം പറയാൻ. നിങ്ങൾക്ക് ഈ മാറ്റങ്ങൾ മതിയോ? ഇതാണോ S26 Ultra'യിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. കൂടുതൽ എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഷെയർ ചെയ്യാം. അതിന് മുമ്പ് വില കൂടുമോ? നോർമലി വില കൂടില്ല എന്ന തരത്തിലുള്ള ലീക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് വില കൂടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും S26 Ultra സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ വെച്ചാണ് വരുന്നതെങ്കിൽ. കാരണം ഓൾറെഡി IQ ഒക്കെ 50-55 ഉണ്ടായിരുന്ന സംഭവം പോയിട്ട് 65-70 പോയി. കാരണം ഈ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സിൻ്റെ വില കൂടുതലാണ്. അല്ലാണ്ട് അവർ ലാഭം കൂട്ടിയേക്കുന്നതല്ല. ഈ പ്രോസസ്സർ കാരണമാണ്, അതിന് വില കൂടിയ കാരണമാണ് ആ ഫോണുകളിലേക്ക് വില കൂടിയിരിക്കുന്നത്. OnePlus എല്ലാ ബ്രാൻഡുകളുടെയും ഫോണുകളുടെ വില കൂടിയിട്ട് തവണ. കാരണം ഈ പ്രോസസ്സറിന് വില കൂടിയതാണ്. അതുകൊണ്ടാണ് എല്ലാവരും യൂണിഫോമായിട്ട് വില കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ 1-2 ബ്രാൻഡ് കൂട്ടി മറ്റൊരു കുറച്ച് പിടിക്കുന്ന പരിപാടി IQ കുറച്ച് പിടിക്കാറുണ്ട്. പറ്റില്ല, പ്രോസസ്സിന് വില കൂടിയതാണ്. അപ്പോൾ ഉറപ്പായിട്ടും സ്നാപ്ഡ്രാഗൺ വെച്ച് വരുന്ന S26 Ultra വില കൂടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബട്ട് ലീക്ക് പറയുന്നു കൂടില്ലാന്ന്. നോക്കാം, ലീക്ക് പറയുന്നതാണോ നമ്മൾ പറയുന്നതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ആര് പറയുന്നതാണ് ശരിയാവുന്നതെന്ന് കാത്തിരുന്ന് കാണാം. സോ അപ്പോൾ അത്രയുമാണ് S26 Ultra. എടുക്കുമോ വേണ്ടാന്ന് വെക്കുമോ? കമൻറ്റിൽ പറയാം. എന്തായാലും ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ വരും. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.